എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്ന് വാൽപ്പാറ ആതിരപ്പള്ളി വഴി ചാലക്കുടി വന്നു ചാടാനുള്ള ഒരു യാത്ര ചെയ്യേണ്ടി വന്നു. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയത് പാലക്കാട് നിന്ന് നേരെ പൊള്ളാച്ചിക്കാണ് പോയത്. ഞാൻ തിരിച്ചു പോരാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, ഈ പ്രാവശ്യം തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഈ വാൽപ്പാറ ആതിരപ്പള്ളി വാഴച്ചാൽ വഴി അങ്ങോട്ട് ഇറങ്ങിപ്പോവും, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്, അതെല്ലാം ഒന്ന് കണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ദൂരം കുറവാണ്, ഈ പാലക്കാട് വഴി ചുറ്റുന്നതിലും ദൂരം കുറവാണ്, വനമാണ്, ഒത്തിരി ഡാമുകളുണ്ട്, നല്ല ഭംഗിയാണ്, എസ്റ്റേറ്റുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അതിലൂടെ പോയത്. ആ യാത്രയിൽ എനിക്ക് ഫീൽ ചെയ്ത 2-3 കാര്യങ്ങൾ കേരള ജനത്തിൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിലേക്ക് വെക്കാനാണ് ഞാനിത് ആഗ്രഹിക്കുന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് യാത്ര തുടങ്ങി ഏതാണ്ട് ഈ ചാലക്കുടി വരെയുള്ള ദൂരത്തിൻ്റെ ഒരു 40% ദൂരം തമിഴ്നാട് സർക്കാർ നോക്കുന്ന ഏരിയയാണ്. ആ ദൂരത്ത് റോഡുകൾ മനോഹരമാണ്. റോഡുകൾ മനോഹരമാണെന്ന് മാത്രമല്ല, റോഡുകളുടെ സൈഡിൽ ഈ താറിങ്ങിന് ബാലൻസ് ഉള്ള സ്ഥലം കോൺക്രീറ്റ് ചെയ്തല്ല വൃത്തിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡാമുകൾ, വളരെ ഡാമുകൾ ഞാൻ ആ യാത്രയെ കണ്ടു. നമ്മൾ പാണ്ടി എന്നൊക്കെ വിളിച്ച് തമിഴ്നാട്ടുകാരനെ കളിയാക്കും മലയാളി. പക്ഷേ ഒരു കുപ്പിയോ ഒരു പ്ലാസ്റ്റിക്കോ ഒരു പേപ്പർ കഷ്ണമോ ഒന്നുമില്ലാതെ അതിമനോഹരമായിട്ട് അവർ ആ ഡാമുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. അവരുടെ റോഡുകൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള റോഡുകളാണ്. എന്തുവേണ്ടി? അവരുടെ റോഡുകളുടെ നിറം തന്നെ വേറൊരു സൈസാണ്. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നു. തമിഴ്നാട് സ്റ്റേറ്റ് കഴിഞ്ഞ് കേരള ബോർഡറിലോട്ട് കയറുന്നിടത്ത് ഈ അടുത്ത കാലത്ത് ഫോറസ്റ്റുകാരുടെ ഒരു പുതിയ കെട്ടിടം പണിതിട്ടുണ്ട്. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മാന്യമായ പൈസ അതിനകത്ത് നടിച്ചിട്ടുണ്ട്. കെട്ടിടം നല്ല ഉഗ്രനാണ്. അവിടം തൊട്ട് റോഡെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ നരകം. ഇതുപോലത്തെ ഒരു നരകം പിടിച്ച റോഡില്ല. കുറച്ച് ഭാഗത്ത് താറ് ചെയ്തിട്ടുണ്ട്. ഒരു 15-20 അല്ല ഒരു 50 മീറ്റർ താറ്, പിന്നെ ഒരു 10-15 മീറ്റർ കട്ടിങ്. നല്ല സ്പീഡിൽ ഒന്ന് പൊത്തോന്ന് വീണുള്ള താറിങ്. എന്തിനാണെന്നറിയാമോ? ഇപ്പോൾ പുതിയൊരു തട്ടിപ്പ് കേരളത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. കട്ടയിടുക വഴിയിൽ. ഈ പാവിങ് ബ്ലോക്ക് നിരത്തി വെക്കുക എന്നുള്ളത്. പാവിങ് ബ്ലോക്ക് നിരത്തി വെക്കാൻ ഇവിടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ചെയ്യുന്ന പ്ലാവിങ് ബ്ലോക്കിന് സ്ക്വയർ ഫീറ്റിന് 60 രൂപയോ 65 രൂപയോ 70 രൂപയുണ്ടെങ്കിൽ ഈ പാവിങ് ബ്ലോക്ക്, മിറ്റിൽ, സിമെൻറ്റ് എല്ലാം കൊണ്ടുവന്ന് അത് ഇട്ട് തരും. സർക്കാരിന് പാവിങ് ബ്ലോക്ക് ഇടുന്നതിന് 200 രൂപ അടുത്ത് റേറ്റുമാണ്. ഈ വണ്ടി കയറുന്ന പാവിങ് ബ്ലോക്ക് ആണെങ്കിൽ പോലും ഇത് ഒട്ടുക്കത്തെ ചാർജ് മേടിക്കുന്നതാണ്. ഇത് കൂട്ട് പാവിങ് ബ്ലോക്ക്. ഇനി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തമിഴ്നാട്ടിലെ റോഡിൻ്റെ കളർ ഒരു ഗ്രേ കളർ റോഡ്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ റോഡ് കരിക്കട്ട പോലെ ഇരിക്കുന്നത് നമ്മുടെ റോഡ്. മെറ്റലിൻ്റെ വ്യത്യാസമാണെങ്കിൽ അങ്ങനെ വരികയല്ലെന്ന് എനിക്കറിയാം. കറുത്ത മെറ്റലും ഇച്ചിരി ഗ്രേ കളറുള്ള മെറ്റലും ആണെങ്കിൽ അത്ര വ്യത്യാസം വരില്ല. ഇതിനകത്ത് ചേർക്കുന്ന ഏതാണ്ട് പ്ലാസ്റ്റിക് ഉരുക്കി ഏതാണ്ടാണ്. താറൊന്നും അല്ലെന്ന് തോന്നുന്നു. കാരണം ഇവിടുന്ന് ഈ ഹരിതകർമ്മസേനയൊക്കെ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കൊക്കെ ഉരുക്കി ചിലപ്പോൾ റോഡ് ചേർക്കുമായിരിക്കും. ഇനി ഏറ്റവും ഭീകരം അതല്ല, കേരളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും താറിങ് ഉണ്ടെങ്കിൽ ഈ താറിങ്ങിൻ്റെ സൈഡിൽ 2 കിണർ പോലത്തെ കട്ടിങ്ങുകളുമാണ്. അങ്ങോട്ട് ഇറങ്ങിയെങ്കിൽ ഒന്നെങ്കിൽ ടയർ പൊട്ടും. 1-2 വളവുകൾക്കുള്ള കട്ടിങ്ങുകൾ ഒരു വണ്ടി മറിയത്തക്ക വണ്ണമുള്ള കട്ടിങ്ങുകളാണ്. വെള്ളമൊഴുകി പോകാനുള്ള സംവിധാനങ്ങളില്ല, ഒന്നുമില്ല എന്ന് പറയാൻ പറ്റും. അതായത് പൊള്ളാച്ചിയിൽ നിന്ന് ഈ വാൽപ്പാറ ആതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നരകതുല്യമായ റോഡാണ്. വളരെ ശ്രദ്ധിച്ചോടിച്ചില്ലെങ്കിൽ ഈ താറിങ്ങിൻ്റെ പുറത്തെ കട്ടിങ്ങുകൾ പല സ്ഥലത്തും വാഹനങ്ങൾ മറിയത്തക്ക വണ്ണമുള്ള കട്ടിങ്ങുകളാണ്. എന്തോ ഒരു ടൂറിസം വകുപ്പ്, എന്തോ ഒരു ഉദ്യോഗസ്ഥന്മാർ. സത്യം പറഞ്ഞാൽ
ആ റോഡിൽ കൂടി ഈ ദിവസങ്ങൾ യാത്ര ചെയ്തപ്പോഴാണ് എനിക്ക് കേരളത്തിൻ്റെ ഒരു ദയനീയ സ്ഥിതി മനസ്സിലായത്. കേരള ഹൈക്കോടതി ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ഇടപെടണമോ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇതിനൊക്കെ ബില്ല് എഴുതിയത് എത്ര രൂപയാണെന്ന് അന്വേഷിക്കുകയും ഇതിൻ്റെ ടെൻഡർ തുക എത്രയാണ്, എസ്റ്റിമേറ്റ് തുക എത്രയാണെന്നൊക്കെ അന്വേഷിക്കാമെങ്കിൽ തമിഴ്നാട്ടിൽ ചെയ്തതിൻ്റെ 4 ഇരട്ടി തുക ഇതിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതിന് വലിയ തർക്കമൊന്നും വേണ്ട. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് കരാറ് തന്ന 2 ലക്ഷം രൂപ കൊണ്ട് ഞാൻ ചെയ്യാവുന്ന, എനിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു 10-15,000 രൂപ ലാഭം കിട്ടുന്നതുമായ ഒരു വർക്ക്, ഒരു ചപ്പാത്തിന് കൈവരി ഇടാനാണ്. ഒരു 20 മീറ്ററിൽ താഴെ നീളമുള്ള ചപ്പാത്തിന് കൈവരി ഇടാൻ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്ന് കൊടുത്ത എസ്റ്റിമേറ്റ് തുകയാണ് 22.5 ലക്ഷം രൂപ. ഈ 22.5 ലക്ഷം രൂപയ്ക്ക് ഈ എസ്റ്റിമേറ്റ് ഇട്ടത് നടപ്പാക്കാൻ വന്നപ്പോൾ നാട്ടുകാർ തടഞ്ഞു. എൻ്റെ ആ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് തന്നെ ഒരു നാട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പ് 17.5 ലക്ഷം രൂപയ്ക്ക് ഒരു കൈവരി ചെയ്തതിൻ്റെ ബില്ലുമാർ മാറി തന്നു പറഞ്ഞു. 17.5 ലക്ഷം. അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ടെന്താ? അന്നേരം പറഞ്ഞു, ആ കൈവരിയല്ലേ അപ്പുറത്ത് ചായക്കടയുടെ തിണ്ണലിരിക്കുന്നത്. ഉമ്മാർ കൈവരി വെച്ചു, ചുമ്മാ ഇരുമ്പിൻ്റെ പൈപ്പ് ഇങ്ങനെ നാട്ടി അതിന് പുറത്ത് 2 ക്രോസ് പൈപ്പും പിടിപ്പിച്ചു. അങ്ങനെ പിടിപ്പിച്ച പൈപ്പ് കൈവരി ആദ്യത്തെ വെള്ളത്തിന് ഒഴുകിപ്പോയപ്പോൾ അതെടുത്ത് കരയ്ക്ക് വെച്ചു. 17.5 ലക്ഷം രൂപ മുടക്കിയിട്ടാന്ന് കൂട്ടണം. അതെടുത്ത് കരയ്ക്ക് വെച്ചിട്ട് അടുത്ത കൈവരിക്ക് 22.5 ലക്ഷം രൂപ എസ്റ്റിമേറ്റ്. കേരളത്തിലും തമിഴ്നാട്ടിലും തമ്മിലുള്ള നിർമ്മാണത്തിൻ്റെ നിലവാര വ്യത്യാസം, ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി, ഭരിക്കുന്നവരുടെ ശ്രദ്ധയില്ലായ്മ, ഈ വർക്കുകളുടെ നിലവാര തകർച്ച, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ നിന്ന് കഴിയുമെങ്കിൽ ഒരു ജസ്റ്റിസ് കേരള ഗവൺമെൻറ്റിൻ്റെ 2 ഉദ്യോഗസ്ഥന്മാരെയും കൂടെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ അധികാരപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഈ ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളി വാഴച്ചാൽ വഴി തമിഴ്നാട് പൊള്ളാച്ചി വരെ പോയിട്ട് വരാമെങ്കിൽ കേരളത്തിലെ ജനത്തിനോട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ദ്രോഹം, വനത്തിലൂടെയുള്ള റോഡാണ്, അത് PWD ആയിരിക്കാം, അതോ ഇനി ഫോറസ്റ്റ് ആണോ എന്നും അറിയത്തില്ല, ആരാ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും തമിഴ്നാട് അതിർത്തി തീരുന്നത് വരെയുള്ള റോഡ് അതിമനോഹരം, നമുക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാം, കട്ടിങ്ങുകളില്ല. കേരളത്തിൽ ചെയ്തിരിക്കുന്ന റോഡിൻ്റെ പല കട്ടിങ്ങുകളും എനിക്ക് വ്യക്തിപരമായി കാണിക്കാൻ പറ്റും. ആരെങ്കിലും എൻ്റെ കൂടെ വന്നാൽ ചില കട്ടിങ്ങുകൾ വണ്ടി അവിടെ സൈഡ് ചേർത്താൽ മറിയും, അത്രയും ഡിപ്പ് കിടക്കുക. ഇതിൻ്റെ ഒരു ഭാഗം വരെ ആതിരപ്പള്ളി വാഴച്ചാലെന്നും പറഞ്ഞ് ടൂറിസ്റ്റുകൾ പോകുന്നതാണ്. പണമില്ലാഞ്ഞിട്ടല്ല, പണം വരാഞ്ഞിട്ടുമല്ല. ഈ അന്യായ അഴിമതിയും അന്യായ കൈക്കൂലിയും അന്യായ തീറ്റയും കാരണം ഈ സംസ്ഥാനത്തിൻ്റെ സകല മേഖലയും മുടിഞ്ഞു കിടക്കുമ്പോൾ ഈ യാത്രയിൽ 2 ഇടത്തുനിന്നും കണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും കഴിയുമെങ്കിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരോടും യാത്ര താല്പര്യമുള്ള ഒരു എമർജൻസി ആയിട്ട് നിങ്ങൾ ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളി വാഴച്ചാൽ വഴി നേരെ പൊള്ളാച്ചി വരെ ഒന്ന് പോയി തിരികെ വന്നിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോകളൊന്നും അന്നേരം എടുക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ട് വളരെ സങ്കടപ്പെട്ട് ഓടിച്ചു പോകുന്നു. കാരണം ശ്രദ്ധ വിടാൻ മേലെ അതുപോലെയാണ് കേരളത്തിൻ്റെ റോഡുകൾ കിടക്കുന്നത്, മറിഞ്ഞ കൊക്കകളും ഒക്കെയാണ്. അത് കുറേ ചെറുപ്പക്കാരെങ്കിലും പോയിട്ട് അതിൻ്റെ വീഡിയോകളൊക്കെ എടുത്ത് സകല മാധ്യമങ്ങളിൽ കൂടെ കാണിച്ച് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ളരുതായികയും രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തമില്ലായ്മയും വെളിയിൽ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.